ഭൂമിയിലെ ജീവന്റെ തുടിപ്പ് എന്നും അവിശ്വസനീയമാണ്. മിനിറ്റുകൾ മാത്രം ജീവിക്കുന്ന ചെറുപ്രാണികൾ മുതൽ മരണത്തെപ്പോലും അതിജീവിക്കുന്ന ജന്തുജാലങ്ങൾ വരെ നമുക്ക് ചുറ്റുമുണ്ട്. ജന്തുലോകത്തെ ഈ ആയുർദൈർഘ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ആയുർദൈർഘ്യമുള്ള ജീവി മെയ്ഫ്ലൈ എന്ന കുഞ്ഞൻ പ്രാണിയാണ്. വെള്ളത്തിൽ 3 വർഷം വരെ ലാർവയായി കഴിഞ്ഞ ശേഷം ചിറകുമുളച്ച് പൂർണ്ണാവസ്ഥയിലാകുന്നതോടെ പ്രത്യുൽപാദത്തിനായി പറന്നുയരുകയും ഏതാനും മിനിറ്റുകൾക്കുള്ളിലോ മണിക്കൂറുകൾക്കുള്ളിലോ അവ ചത്തുപോകുകയും ചെയ്യുന്നു. 3 ദിവസം മാത്രം ജീവിക്കുന്ന ഒരു സൂക്ഷ്മ ജലജീവിയാണ് ഗാസ്ട്രോട്രിച്ച്. കുറഞ്ഞ ആയുർദൈർഘ്യമുണ്ടെങ്കിലും ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഒരു പ്രധാനിയാണ് ഈ സൂക്ഷ്മജീവി. ചില ചിത്രശലഭങ്ങളും ഉറുമ്പുകളും കുറച്ച് ദിവസങ്ങൾ മാത്രം ജീവിക്കുന്നവയാണ്. ആണുറുമ്പുകൾ ഇണചേരാൻ മാത്രം ജീവിക്കുകയും തുടർന്ന് ചത്തുപോകുകയും ചെയ്യുന്നു. സസ്താനികളിൽ എഡ്രൂസ്കിൻ ഷ്രൂ എന്നറിയപ്പെടുന്ന ജീവിക്കാണ് ഏറ്റവും കുറവ് ആയുർദൈർഘ്യം. ഏകദേശം 14 മാസങ്ങൾ മാത്രമാണ് ഇവ ജീവിച്ചിരിക്കുക. വെറും 2 ഗ്രാമിൽ താഴെ മാത്രം ഭാരമുള്ള ഈ ചെറിയ ജീവിക്ക് മിനിറ്റിൽ 1500 തവണ ഹൃദയം മിടിക്കാൻ കഴിയും. കൂടാതെ എല്ലാ ദിവസവും സ്വന്തം ശരീരഭാരത്തിന്റെ അതേ അളവിൽ ഭക്ഷിക്കുകയും ചെയ്യണം. ഗാലപാഗോസ്, ആൽദാബ്ര എന്നീ ഇനത്തിൽപ്പെട്ട ഭീമനാമകൾക്ക് 150 വർഷത്തിലധികം ജീവിച്ചിരിക്കുവാൻ കഴിയും. മന്ദഗതിയിലുള്ള മെറ്റബോളിസവും സമ്മർദ്ദരഹിതമായ ജീവിതശൈലിയും ഇവയുടെ ദീർഘായുസ്സിന്റെ കാരണമായി കരുതുന്നു. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന വേർട്ടിബ്രേറ്റ് എന്നറിയപ്പെടുന്നത് ഗ്രീൻലാൻഡ് സ്രാവുകളാണ്. ഇവ 400 മുതൽ 500 വർഷം വരെ ജീവിച്ചിരിക്കുന്നുവെന്ന് പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രതിവർഷം 1 സെന്റിമീറ്റർ മാത്രം വളരുന്ന ഇവയ്ക്ക് മന്ദഗതിയിലുള്ള മെറ്റബോളിസവും അവ വസിക്കുന്ന തണുത്ത താപനിലയും ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നുവെന്ന് കരുതുന്നു. കടൽ സ്പോഞ്ച് വർഗത്തിൽപ്പെട്ട മോണോർഹാഫിസ് ചുനി പോലുള്ള ജീവികൾ 11,000 വർഷത്തിലധികം ജീവിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. ലളിതവും എന്നാൽ പ്രതിരോധശേഷിയുമുള്ള ഈ ജീവികൾ നിരന്തരം കോശങ്ങളെ പുതുക്കുന്നതിലൂടെ ഇത്രയും കാലം ജീവിച്ചിരിക്കുന്നു. ഒരു ശുദ്ധജല സൂക്ഷ്മജീവിയായ ഹൈഡ്ര ഒരിക്കലും പ്രായമാകുന്നില്ല. ബാഹ്യകാരണങ്ങളാൽ മരണപ്പെടാത്തത്തോളം ഹൈഡ്ര കോശങ്ങൾ തുടർച്ചയായി പുനരുജ്ജീവിപ്പിക്കുകയും പഴയവയെ മാറ്റുകയും ചെയ്യുന്നു. അതിലൂടെ ഒരു ഇമ്മോർട്ടലായി ജീവിക്കുന്നു. ഇമ്മോർട്ടൽ ജെല്ലഫിഷ് എന്നറിയപ്പെടുന്ന ട്യൂറോടോപ്സിസ് ഡോർണി പരിക്കേൽക്കുകയോ സമ്മർദ്ദത്തിലാകുമ്പോഴോ അതിൻ്റെ പ്രായമായ അവസ്ഥയിൽ നിന്ന് ഒരു പോളിപ്പായി മാറുന്നു. തുടർന്ന് വീണ്ടും ജീവിതം ആരംഭിക്കുന്നു. മറ്റ് ജീവികൾക്ക് ഇരയാകുകയോ ബാഹ്യകാരണങ്ങളാൽ നശിക്കുകയോ ചെയ്യാത്തിടത്തോളം ഈ ജീവിതചക്രം തുടരുന്നു.